നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് സാന്ദ്ര തോമസിനെ പുറത്താക്കി. പക്ഷേ അവർക്ക് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫിലിമി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാന്ദ്ര തോമസ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നിർമ്മാതാവാണിത്. മുൻപ് സാന്ദ്ര തോമസ് ബാലതാരമായിട്ടാണ് ഈ രംഗത്ത് വന്നത്. ഈ രംഗത്ത് വന്നു, സിനിമയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു, അവർ കുറച്ച് സിനിമകൾ നിർമ്മിച്ചു. തനിച്ചായിരുന്നില്ല എന്നാലോചിക്കണം. നിർമ്മാതാവും നടനുമായ വിജയ് ബാബു തനി ഇപ്പോൾ കുറേ പടങ്ങളുണ്ട്. അവർ ഇരുവരും ചേർന്നുകൊണ്ട് ഒരു സിനിമാ കമ്പനി ഉണ്ടാക്കി കുറേ സിനിമകൾ നിർമ്മിച്ചു. ആ സിനിമ നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസാണ് അതിൻ്റെ പേരിട്ടിരുന്നത്. അതിൻ്റെ പേരിൽ കുറേ നല്ല ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കി എന്നാലോചിക്കണം. അപ്പോൾ രണ്ടുപേരെക്കുറിച്ച് വന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഭയങ്കര സംസാരമായിരുന്നു. പിന്നീട് അവർ തമ്മിൽ തെറ്റി വിജയ് ബാബു ഒരു വഴിക്കും സാന്ദ്ര വേറൊരു വഴിക്കുമായി പിരിഞ്ഞു. അപ്പോൾ പലരും വിചാരിച്ച് അവരടിച്ച് പിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഇരുവരും സൗഹാർദ്ദത്തിലാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ വിജയ് ബാബുവിന് ഒരു കാര്യമുണ്ട്. വിജയ് ബാബുവിൻ്റെ അച്ഛൻ കൊല്ലത്തെ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റായിരുന്നു. അദ്ദേഹം മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്ത് വിജയിപ്പിച്ച ആൾ കൂടിയാണെന്ന് ആലോചിക്കണം. ആ സിനിമയിൽ ബാലതാരമായി വിജയ് ബാബു വന്നിട്ടുമുണ്ട്. അപ്പോൾ രണ്ട് ബാലതാരങ്ങളായി തുടങ്ങിയവരാണ് പിന്നീട് മലയാള സിനിമയിലെ വലിയ പ്രൊഡ്യൂസറും നടനുമായി ചേർന്ന് നിന്നത്. അപ്പോൾ വിജയ് ബാബുവിൻ്റെ വിജയം ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് വിജയ് ബാബുവിനെ കൊടുക്കാൻ വേണ്ടി ചില കളികളെല്ലാം കളിച്ചിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? സാന്ദ്ര തോമസിനെതിരായിക്കൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന കുരിശു യുദ്ധം തുടങ്ങി അവരെ സംഘടനയിൽ പുറത്താക്കി. എന്താ കാരണം നിസ്സാരമാണെന്ന് പറയാം. നമ്മൾ ബാലേന്ദ്ര മേനോൻ്റെ ടൈറ്റിലോ കാര്യം നിസ്സാരമാണ്, പക്ഷേ പ്രശ്നം ഗുരുതരമാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രശ്നം ഗുരുതരമാണോ? പ്രശ്നം ഗുരുതരമാണ്. സാന്ദ്ര എന്താണ് തെറ്റ് ചെയ്തത്? സാന്ദ്ര തെറ്റ് ചെയ്തത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരായിട്ട് വളരെ മോശം ചില കമൻറ്റുകൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അതായത് വളരെ മോശമായ പെരുമാറ്റമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ഡർട്ടി, അഗ്ലി എന്ന് പറയാവുന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ആവർത്തിക്കണമെന്നില്ല. അപ്പോൾ അത് അങ്ങനെയല്ല. അങ്ങനെ പറയുമ്പോൾ ആ സംഘടനയിലുള്ള എല്ലാവരും അങ്ങനെയുള്ളവരാണ് എന്ന് തോന്നില്ലേ? നമ്മൾ ഒരാളെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടനയ്ക്ക് എല്ലാവരും അങ്ങനെ ആവണോ? വിടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടനയ്ക്ക് എല്ലാവരും അങ്ങനെയാണോ? അവിടെ നടക്കുന്ന വ്യഭിചാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതങ്ങനെയാണോ? ആ രീതിയിലാണ് സാന്ദ്ര പറഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ മാന്യമായിട്ട് സിനിമ നിർമ്മിക്കുന്നവരുമുണ്ട്. നമുക്കൊരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അത് നല്ല സിനിമയാണോ? ആ സിനിമയെക്കുറിച്ച് വേറെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ടോ? അവിടെ പരസ്യമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതിന് ആക്ഷേപകരമായിട്ടുള്ള രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സാന്ദ്ര തോമസും നിർമ്മാതാക്കളുമായി തെറ്റാൻ കാരണം? ശരിക്കുള്ള കാരണം ഇതാണോ എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലൊരു കാരണം പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഷെയ്ൻ നിഗം എന്നുള്ളൊരു നടനുണ്ട്. ആ പയ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി മുമ്പ് പലരും ശ്രമിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ സപ്പോർട്ട് ആ ചെറുപ്പക്കാരുണ്ടായി. ഞാൻ ആ ചെറുപ്പക്കാരനായിട്ട് അടുക്കുകയോ വേറൊന്നും ചെയ്തിട്ടില്ല. ആ ചെറുപ്പക്കാരൻ്റെ ഭാഗത്ത് നീതി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ ഭാഗം നിന്നതെന്ന് ആലോചിക്കണം. ഇപ്പോൾ എന്തായി? ഷെയ്ൻ നിഗം നല്ല നടനാണ് തെളിയിച്ചു. പക്ഷേ ഷെയ്ൻ നിഗം വളർന്നു വന്നാൽ മറ്റു ചില നടന്മാർക്കും അതൊരടിയായി തീരും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരൻ ഒതുക്കാനാണ് പല ഭാഗത്തും പലരും ശ്രമിച്ചത്. അങ്ങനെയുള്ള ചെറുപ്പക്കാരനെ വെച്ച് സാന്ദ്ര തോമസ് ഒരു സിനിമ നിർമ്മിച്ചു. ആ സിനിമ നിർമ്മിച്ചപ്പോൾ ആ സിനിമ തന്ത്രപരമായിട്ട് തകർക്കണം. എന്താ തന്ത്രമായിട്ട് തകർക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ ഈ സിനിമകൾ വിതരണത്തിനെടുത്ത് തിയേറ്ററിൽ എത്തിക്കുകയാണ് പതിവ്. വിതരണത്തിലുള്ള ചില കളികളുണ്ടെന്ന് പറയാൻ കാരണം, ഈ സിനിമ വിതരണത്തിനെടുത്ത് ആ സിനിമ തിയേറ്ററിൽ പരാജയമുണ്ടാക്കിയാൽ പോരെ?
അട്ടർ ഫ്ലോപ്പാകുമ്പോൾ എന്താ, നിർമ്മാതാവിനും അടിയേൽക്കും, ഈ നടനും ഇടിയേൽക്കുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് സാന്ദ്ര തോമസിൻ്റെ സിനിമയ്ക്കുണ്ടായത്. അത് പറഞ്ഞു കേൾക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടന തന്നെയാണ് വിതരണ കമ്പനി ഉണ്ടാക്കി ഈ സിനിമ വിതരണത്തിനെടുത്തത്. വിതരണത്തിനെടുത്ത് ഈ സിനിമയെ തകർത്തു എന്നാണ് പറയുന്നത്. തകർത്തു എന്ന് പറയാൻ കാരണം അത് സാന്ദ്രതയോടുള്ള എതിർപ്പ് കൊണ്ടല്ല. ഷെയ്ൻ നിഗം എന്നുള്ള ചെറുപ്പക്കാരൻ ഈ സിനിമയുടെ അവന് ഹിറ്റാവാൻ പാടില്ല, ഹിറ്റായാൽ അവന് കൂടുതൽ പടങ്ങൾ കിട്ടുക, അങ്ങനെ ഹിറ്റാക്കാതിരിക്കാൻ വേണ്ടി ഒരു കളി കളിച്ചു എന്നും പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ചോദിക്കും, ഇത് ആദ്യത്തെ സംഭവമാണോ എന്നുള്ളത്. ആദ്യത്തെ സംഭവമല്ല. ഇവിടെ MTയും ഹരിഹരനും ആലോചിക്കും, പ്രഗത്ഭരായ സംവിധായകനും എഴുത്തുകാരനുമായ MTയും ഹരിഹരനും ചേർന്നുണ്ടാക്കിയൊരു സിനിമ. ചേർന്ന് വെച്ചാൽ MT തിരക്കഥ എഴുതിയ സിനിമ, അത് അതിൻ്റെ പ്രൊഡ്യൂസറും സംവിധായകനും ഹരിഹരനായിരുന്നായിരിക്കണം. അങ്ങനെ ഒരു സിനിമ ഇവിടെ ഉണ്ടായി. ആ സിനിമ ഉണ്ടായപ്പോൾ ആ സിനിമയിലെ നായിക ഭാവനയായിരുന്നു എന്നാലോചിക്കാം. വേറെ കുട്ടി ഉണ്ടായിരുന്നു. മറ്റൊന്നും ചില അതിൽ ഇന്ദ്രജിത്ത് നല്ല റോൾ അഭിനയിച്ചിട്ടുണ്ട്, വിനീത് നല്ല റോൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയാണെന്ന് ആലോചിക്കണം. ഒരു ക്രൈം ത്രില്ലർ മോഡലൊരു സിനിമയാണെന്ന് ആലോചിക്കണം. ആ സിനിമയ്ക്ക് അറിയാതെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് നടി പീഡന കേസുമായി പണ്ട് പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ഈ സിനിമ വിതരണത്തിനെടുക്കാൻ മലയാളത്തിലെ പ്രമുഖനായ ഒരു വിതരണ കമ്പനി വന്നു. വലിയ ഓഫർ കൊടുത്തിട്ടാണ് വന്നതെന്ന് ആലോചിക്കണം. പക്ഷേ ഇതിൻ്റെ ഇന്നർ പൊളിറ്റിക്സ് ഹരിഹരൻ സാറിന് അറിയുമായിരുന്നില്ല എന്നാലോചിക്കണം. അദ്ദേഹം വന്ന ആ കമ്പനിക്ക് ഈ തൻ്റെ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓണത്തിന് പടം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ മുതൽ ചതി തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ വേറൊരു നടൻ, ഈ കേസുമായി ബന്ധപ്പെട്ടൊരു നടനുണ്ടായിരുന്നു. ഈ സിനിമ ഫ്ലോപ്പാക്കി എന്ന് പറയാൻ കാരണം എന്താ, ഇന്ദ്രിയത്ത് അഭിനയിച്ചിട്ടുണ്ട്, ഇതിൽ ഭാവന അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നടിപീഡന കേസുമായി ബന്ധപ്പെട്ട ചിലരൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് തകർക്കാൻ തന്നെ ശ്രമിച്ചു, തകർത്തു തരിപ്പണമാക്കിയ സിനിമ. ഇങ്ങനെ മുൻപും ഇങ്ങനെ ചില കളികൾ നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ച് തന്ത്രപരമായി ആൾക്കാരെ ഒതുക്കാവുന്ന സംവിധാനമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് സാന്ദ്ര തോമസിൻ്റെ ഈ സിനിമയിലൂടെ ഷെയ്ൻ നിഗം തകർക്കാൻ ശ്രമിച്ചത്. അന്ന് മുതൽ സാന്ദ്ര ഈ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് എതിരായി തുടങ്ങി. പിന്നെ തനിക്കുണ്ടായ പല തിക്താനുഭവങ്ങളുമാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർക്കുണ്ടായ തിക്താനുഭവങ്ങളുടെ ഫലമായിട്ട് അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ സാന്ദ്ര തോമസ് തുറന്നു പറഞ്ഞു. അതിൻ്റെ പേരിൽ അവരെ പുറത്താക്കിയപ്പോൾ അവർ കോടതിയിലേക്ക് പോയിരിക്കുന്നു പറഞ്ഞത്. അപ്പോൾ ഒരാളെ പുറത്താക്കാൻ, ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കാൻ സംഘടനയ്ക്ക് അധികാരമുണ്ടോ? ഈ സംഘടന ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടു നടക്കുകയാണോ എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അതിനിടയിലാണ് മമ്മൂട്ടി സാന്ദ്രയ്ക്ക് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആ പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടു, ആ സംവിധായകൻ രക്ഷപ്പെട്ടു എന്നാണ് ചുരുക്കം. കാരണം ചിലപ്പോൾ കുറച്ച് നീണ്ടുപോയേക്കാം. അപ്പോൾ ആ സന്തോഷത്തിലായിരിക്കുകയാണ് സാന്ദ്ര തോമസ്. ആ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുവിധം ഭംഗിയായി വരാൻ പോകുന്നു. അങ്ങനെയുള്ള അവസരത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇങ്ങനെ ഈ ചെളി വാരി എറിഞ്ഞതും സംഘടന സാന്ദ്രയെ പുറത്താക്കിയതും. അപ്പോൾ മമ്മൂട്ടി ഡേറ്റ് കിട്ടുമോ? അങ്ങനൊരു ടോക്ക് നടക്കുന്നുണ്ട്. മമ്മൂട്ടി ആ ഡേറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. അതെന്താ മമ്മൂട്ടി ഡേറ്റ് കൊടുക്കാത്തത്? മമ്മൂട്ടി നടൻ മാത്രമല്ല, മമ്മൂട്ടി ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. മമ്മൂട്ടി പ്രൊഡ്യൂസറാകുമ്പോൾ മമ്മൂട്ടിയർ ഈ നിർമ്മാതാക്കളുടെ സംഘടന മെമ്പറാണ്. മാത്രമല്ല അതിൻ്റെ നേതാവായ ആൻഡോ ജോസഫിനെതിരായിട്ടാണ് ഈ കൂടുതൽ ചെളിവാരി സാന്ദ്ര എറിഞ്ഞിരിക്കുകയാണ് വയ്ക്കണം. അപ്പോൾ ആൻഡോ ജോസഫിനെതിരെ അങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ മമ്മൂട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ 1-2 പേരിൽ ഒരാളാണ് ആൻഡോ ജോസഫ് എന്നാലോചിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മമ്മൂട്ടി സാന്ദ്രയ്ക്ക് ഡേറ്റ് കൊടുക്കുമോ അത് പിൻവലിക്കുമോ എന്നുള്ളത് ആ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 2 അഭിപ്രായം പറയുന്നുണ്ട്. നടൻ എന്ന നിലയിൽ മമ്മൂട്ടി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി അത് പാലിക്കാറുണ്ട്. പക്ഷേ മമ്മൂട്ടി നിർമ്മിക്കുമ്പോൾ ആ സിനിമ നിർമ്മിക്കുമ്പോഴല്ലേ, ആ നിർമ്മിക്കുമ്പോൾ സംഘടനയിൽ ഈ സാന്ദ്ര പറഞ്ഞതിൽ തെറ്റുണ്ടോ, അതല്ലെങ്കിൽ കോടതിയിൽ പോയിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ സാധാരണ എന്താ പറഞ്ഞു കേൾക്കുന്നത്, മമ്മൂട്ടി ഒരു ഡേറ്റ് കൊടുത്താൽ അത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ 5-6 മാസം കഴിഞ്ഞിട്ടോ അല്ല ആ സിനിമ ചെയ്യുക. പലപ്പോഴും അതിന് 2-3 വർഷം ഒരു താമസം ഉണ്ടായിരിക്കും. ഈ 2-3 വർഷത്തിനുള്ള താമസം വരുമ്പോൾ ഈ കേസുകളെല്ലാം ആറി തണുക്കും. മാത്രമല്ല നാളെ ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലും സാന്ദ്ര തോമസും തമ്മിൽ ഒരുമിച്ച് പോയേക്കാം. ഒരുമിച്ച് പോയാൽ പിന്നെ മമ്മൂട്ടിയുടെ ഡേറ്റിനും പ്രശ്നമില്ലല്ലോ. അപ്പം മമ്മൂട്ടി വിചാരിച്ചാൽ ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും.
കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമ്പോഴെന്താ ആൻഡോ ജോസഫ് വേണ്ടാന്ന് പറയുമോ, അല്ലെങ്കിൽ നിർമ്മാതാക്കൾ സംഘങ്ങളിൽ ആരെങ്കിലും അത് പറ്റില്ല മമ്മൂട്ടി എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ മമ്മൂട്ടി തന്നെ ഒരു കോംപ്രമൈസ് രീതിയിലേക്ക് വന്നുകൊണ്ട് സാന്ദ്ര തോമസിന് ഡേറ്റ് കൊടുത്തുകൊണ്ട് ആ സാന്ദ്ര തോമസിൻ്റെ സിനിമ ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഒരു 90% ഇൻഡസ്ട്രിയിൽ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇനി വേറെ ഏതെല്ലാം കാരണം കൊണ്ട് മമ്മൂട്ടി പിന്മാറിയാൽ മമ്മൂട്ടി വാക്കുമാറുന്നവനാണ് എന്നുള്ള പേര് ദോഷവും ഉണ്ടാവും. കാരണം അതങ്ങനെയാണത്. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കുക. കാരണം മമ്മൂട്ടി ഡേറ്റ് കൊടുത്ത പലർക്കും ചില 5-6 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, കലു ഡെന്നിസിൻ്റെ മകൻ്റെ പടം ഇപ്പോൾ അടുത്ത വർഷം ആദ്യത്തെ ഈ 2025 റിലീസ് ചെയ്യും. അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് മറ്റു വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ആ ചെറുപ്പക്കാരൻ കഥ പറയാൻ വേണ്ടിയാണ് മമ്മൂട്ടിയുടെ അടുത്ത് വന്നത്. മമ്മൂട്ടി തന്നെയാണ് കഥ കേട്ടിട്ട് ആ ചെറുപ്പക്കാരൻ നീ തന്നെ സംവിധാനം ചെയ്യണം, പക്ഷേ അത് ചിലപ്പോൾ 1-2 വർഷമെടുക്കും, ആ പടം ഞാൻ തന്നെ ചെയ്യാം, അതിനു മുമ്പ് നീ പടം ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ഞാൻ ഡേറ്റ് തരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയും ചില സംഭവിക്കുന്നുണ്ട്. ചിലർ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പടം ചെയ്യാൻ ഫ്ലോപ്പായി പോവാം. ആ ചെറുപ്പക്കാരൻ കാത്തിരുന്നു, മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു, മമ്മൂട്ടി മുൻകൈയെടുത്ത് ആ പടം ചെയ്യിച്ചു. അതൊരു വലിയ ഗംഭീര പടമായി വന്നിട്ടുണ്ട്. അതിൻ്റെ സസ്പെൻസ് ഉണ്ട് അതിലേക്ക്. അതിന് മറ്റ് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ആദ്യ വാരം ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആ സിനിമ റിലീസ് ചെയ്യും. അപ്പോൾ അതുപോലെ മമ്മൂട്ടി ഈ സാന്ദ്രയ്ക്കൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മമ്മൂട്ടി വാക്കുമാറില്ല, ആ സിനിമ ചെയ്തിരിക്കും. അതിന് വേണമെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയും സാന്ദ്രവുമായി കോംപ്രമൈസ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനും മമ്മൂട്ടി മുൻകൈയെടുക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഉണ്ടാകുന്ന പേര് ചതിയൻ മമ്മൂട്ടി എന്നുള്ള പേരായിരിക്കില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ പേര് ദോഷം ഉണ്ടാക്കാൻ മമ്മൂട്ടി ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് 1 വർഷം നീണ്ടുപോയാലും മമ്മൂട്ടി വാക്ക് പാലിക്കും, സാന്ദ്രയ്ക്ക് ആ സിനിമ ചെയ്യും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ വിശ്വാസവും ഞങ്ങളുടെ അറിവും.